പടുവാണങ്ങളെന്നാ പറയേണ്ട നിന്നെ. എന്റെ സുഹൃത്ത് ഷെഫീന ബീവിക്ക് സുഖിനെ പോകുന്നു. തെറ്റ് തിരുത്തുക വിനോദൻ. സംഘികൾ ഒരു കാരണവശാലും എന്റെ സുഹൃത്തുക്കളാവത്തില്ല. ഒരു സംഘിയെയും ഷെഫീന അംഗീകരിക്കാറില്ല. സംഘിസം എന്ന് പറയുന്നത് എനിക്ക് തീട്ടം പോലെയാണ്. എന്റെ ദേഹത്ത് എവിടെയെങ്കിലും ചെറിയൊരു തുളി തെറിച്ചപ്പോൾ എനിക്ക് ചൊറി. എനിക്ക് ഇഷ്ടമില്ല. നീ എന്റെ സുഹൃത്ത് നീ എവിടെയും പറയുകയെ പാടില്ല. ഞാൻ ഒരു മാനവീയതയുടെ പുറത്ത് ഞാൻ വീണ്ടും പോട്ടെ, സംവാദങ്ങളിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തത്. അതുപോലെ പോക്കത്തരങ്ങൾ എഴുതി വെക്കാനല്ല, ചുമ്മാതിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ്, മനുഷ്യരെ കൊല്ലുന്നവരാണോ? അയ്യോടാ, എന്തിനാടാ ഗൗരി ലങ്കേഷ് ഇറക്കുന്നത്, എന്തിനാടാ ദബോൽക്കർ ഇറക്കുന്നത്, എന്തിനാടാ ഗോവിന്ദ പൻസാരി കൊന്നത്? ഇതൊക്കെ പോട്ടടാ. ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ വന്ന് ഒരു ഗ്രാമത്തിലെ മുഴുക്കൻ ആളുകളെ കുഷ്ഠരോഗം പറഞ്ഞ് ആ ഗ്രാമം തന്നെ അപ്പുറവും ഇപ്പുറവും അടച്ച് മരണത്തിന് വിട്ടുകൊടുത്തിടത്തേക്ക് മിഷണറിമാർ അയച്ച ഒരു വ്യക്തി അവിടെ വന്ന് അവരെ രക്ഷിച്ചു. ബ്രഹാൻസ്, പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, പേര് എനിക്ക് എന്റെ ഓർമ്മയിൽ എങ്ങനെയാണുള്ളത്. അദ്ദേഹത്തിനെയും 2 കുട്ടികളെയും ചേർത്ത് ജീപ്പിനകത്തിട്ട് ചുട്ടുകൊന്ന നാറ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. വംശഹത്യയുടെ പേരിൽ 2000-ഓളം വരുന്ന ജനങ്ങളെ കൊന്നു കളഞ്ഞവരിൽ 11 പേരെ മാത്രമാണ് പിടികിട്ടിയത്. ആ 11 പേരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നീയൊക്കെ കൊല്ലാത്തവന്മാരാണോ? നാറികളെ. നീയൊക്കെ കൊല്ലുന്നവന്മാർ തന്നെയാണ്. ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന് പറയുന്നതാണ് വിട്ടിത്തം. എന്റെ തിരിച്ചു ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു. ശരി, എക്സ് മുസ്ലിം വന്നു, അതെന്താണ് സുഹൃത്തെ ഈ വേശ്യകൾ മാത്രം മതം വിട്ടു പോകുന്നത്? ഈ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്ലാം മതം ഉപേക്ഷിച്ചത് കാണിച്ചു തരാമോ? മര്യാദയ്ക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്ലാം മതം വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയാൽ ഒരു പെണ്ണിനെ കാണിക്കാമോ? നിങ്ങൾ ഏത് പെണ്ണ്, ഏത് എക്സ് മുസ്ലിം പെണ്ണിനെ കൊണ്ടുവച്ചാലും ഞാൻ അവരുടെ ചരിത്രത്തിൽ കൊണ്ടുവന്ന് തരാം. ഒരുപാട് ആണുങ്ങളുമായിട്ട് സുഖിച്ച് ജീവിക്കാനും തോന്നിയ കണക്ക് നടക്കാനും തന്റെ ഇടത്തോടെ ഹറാം ഉറപ്പ് കാണിച്ച് ജീവിക്കാനും പോകുന്ന പെണ്ണുങ്ങളാണ് മതം വിട്ടു പോകുന്നത്. മതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന ചര്യകൾ ഉള്ളത് കാരണം അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്നവർക്ക് ഒരൊറ്റ ഇന്റൻഷനേ ഉള്ളൂ: കണ്ടടം കുത്തിക്കടപ്പും കുത്തിക്കയറ്റി നടക്കുന്ന വൃത്തികെട്ട ജന്മങ്ങൾക്കാണ് മതം വിട്ടു പോകേണ്ട ആവശ്യം വന്നത്. മതത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതില്ലാതെയും ജീവിക്കാം. അത് ഒരാളുടെ താല്പര്യത്തിന്റെ അനുസരിച്ചിട്ടാണ്. നീയാണ് നിന്റെ കബറിൽ പോകുന്നതെന്ന് വ്യക്തമായി പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ളതാണ് ജീവിക്കാൻ. നീ എന്ത് തോന്നിയാസം കാണിച്ചാലും നീയാണ് അവിടെ ഉത്തരം പറയുന്നത് വ്യക്തമായി പറയുന്ന ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആളുകൾ ഓടി പോകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട്: തോന്നിവാസം കാണിച്ച് ജീവിക്കാൻ, ഫ്രീ സെക്സിന് വേണ്ടിയിട്ട്. അത് പറഞ്ഞപ്പോൾ ഉടനെ അവന്റെ അടുത്ത കമന്റ് ചെയ്യണം: ഒന്നിൽ കൂടുതൽ ആണുങ്ങളുമായി ബന്ധപ്പെടുന്നവരെയാണോ വേശ്യ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്, അതാണ് അവൻ പറഞ്ഞത്. എടാ, നിന്റെ കുടുംബവും നിന്റെ ഒരു 2 തലമുറ വേണ്ട, ഒരു തലമുറയ്ക്ക് അപ്പുറമുള്ള ഏതെങ്കിലും ഒരുത്തരിക്ക് തന്ത ഉണ്ടായിരുന്നാടാ? കിണ്ടി കൊണ്ട് വെച്ചിട്ട് അകത്തേക്ക് കയറുന്നത് മറ്റവന്മാരുടെ നമ്പൂരി കട്ടിയുള്ള കുടുംബങ്ങളിൽ പറഞ്ഞവരല്ലേടാ നീയൊക്കെ? നിന്റെയൊക്കെ കിണ്ടി പാരമ്പര്യം എന്തുവാണ്ടാ? വെറും കിണ്ടി പാരമ്പര്യമുള്ള നീയാണോ ഒരു വിവാഹം ഫ്ലോപ്പായി അടുത്തൊരു വിവാഹം കഴിച്ച എന്നെ മറ്റൊന്ന് പറയാനായിട്ട് വരുന്നത്? നിന്റെ തള്ള വേശിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മോശപ്പെട്ട രീതിയിൽ ജീവിച്ച ഒരു കുടുംബ പാരമ്പര്യമുള്ള, അതും ഒരു തലമുറയ്ക്ക് അപ്പുറം അത്തരം പാരമ്പര്യമുള്ള നീയാണോടാ ബാക്കിയുള്ളവരുടെ വ്യക്തിത്വം കേൾക്കുക എന്നുള്ളത്? ഒരാളെ കേൾക്കുക, വിമർശനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിയാണ്, നമ്മൾ അംഗീകരിക്കും. പക്ഷെ പോക്കത്തരം പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരിടത്ത് കിടന്ന ഒരു പശ്ചാത്തലത്തിൽ ജസ്ന സലീം മതം വിട്ടു പോയ ആർക്കെന്ത്? അവൾ എന്താണെന്ന് അറിയത്തില്ല. 18ഓളം ആണുങ്ങളെ പറ്റിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായി തെളിവ് വെച്ചാൽ ആളുകൾ സംസാരിക്കുന്നത്. ഇത്രയും ആണുങ്ങളെ ഹണി ട്രാപ്പിപ്പെടുത്തിയ ഒരു വൃത്തികെട്ട സ്ത്രീ മതത്തിൽ നിന്ന് പോകുന്നത് എത്രയോ നല്ലതാണ്. ഞങ്ങൾക്ക് നാണക്കേടാണ് അങ്ങനെ ഒരു സ്ത്രീ ഞങ്ങളുടെ മതത്തിൽ ഉണ്ട് എന്ന് പറയുന്നത്. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ പറ്റിക്കുന്നതും ഒന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ആരെങ്കിലും ഉദ്ബോധിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുന്നോളൂ അല്ല ഞാൻ. എന്റെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ ഒന്നും പറയാനില്ല. വേടന്റെ കേസ്